ജെയ്കോ ജുവൽസ് പോത്താനിക്കാട്, തൊടുപുഴ, കോതമംഗലം. ജെയ്കോ ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം. മൂവാറ്റുപുഴ ക്ലബ്ബ് പരിസരത്ത് വെള്ളം ഇറങ്ങിയിട്ടും പ്രദേശവാസികൾ ദുരിതത്തിൽ. റോഡ് നിർമ്മാണത്തിലെ അപാകത പരിഹരിക്കണമെന്ന് നാട്ടുകാർ രംഗത്ത്. മഴ കുറഞ്ഞ പുഴയിലെ ജലനിരപ്പ് താഴ്ന്നിട്ടും മൂവാറ്റുപുഴ നഗരസഭ 25-ാം വാർഡിലെ മൂവാറ്റുപുഴ ക്ലബ്ബ് പരിസരത്തെ നിരവധി കുടുംബങ്ങൾ ഇപ്പോഴും വെള്ളക്കെട്ടിന്റെ ദുരിതത്തിൽ. പുഴയുമായി ബന്ധിപ്പിക്കുന്ന റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് വെള്ളം കയറിയ ശേഷം തിരികെ പുഴയിലേക്ക് ഒഴുകിപ്പോകുന്നത് തടസ്സപ്പെടാൻ കാരണമാകുന്നതെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. പുഴയിൽ നിന്നുള്ള വെള്ളം പ്രദേശത്തേക്ക് കയറുന്നത് എളുപ്പമാണെങ്കിലും വെള്ളം ഇറങ്ങേണ്ട സമയത്ത് സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുന്നതിനാൽ ദിവസങ്ങളോളം, ചിലപ്പോൾ ആഴ്ചകളോളം വെള്ളക്കെട്ട് തുടരുകയാണ്. ഇതുമൂലം പ്രദേശവാസികൾ വീടുകളിൽ തന്നെ ഒറ്റപ്പെട്ട അവസ്ഥയിലാകുന്നു. അത്യാവശ്യ ചികിത്സയ്ക്കോ മറ്റ് അടിയന്തര ആവശ്യങ്ങൾക്കോ പോലും വെള്ളത്തിലൂടെ നടന്നു മാത്രമേ പുറത്തേക്കെത്താൻ കഴിയുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. പ്രദേശത്ത് താമസിക്കുന്ന കുടുംബങ്ങൾക്ക് ഉപയോഗിക്കാനാവുന്ന മറ്റൊരു റോഡോ ഇടവഴിയോ ഇല്ലാത്തതിനാൽ മുഴുവൻ യാത്രയും വെള്ളക്കെട്ടിലൂടെയാണ്. ചുറ്റും സ്വകാര്യ വീടുകൾ മാത്രമായതിനാൽ സുരക്ഷിതമായ മറ്റൊരു മാർഗവും ലഭ്യമല്ല. ഇത് പ്രദേശവാസികളുടെ ദൈനംദിന ജീവിതത്തെ ദുഷ്കരമാക്കുകയാണ്. ഇത് വാർഡ് നിവാസികളുടെ മാത്രം പ്രശ്നമല്ലെന്നും ദേശീയപാതയെ ബന്ധിപ്പിക്കുന്ന പ്രധാന ലിങ്ക് റോഡായതിനാൽ നൂറുകണക്കിന് ആളുകൾ ദിവസേന ആശ്രയിക്കുന്ന വഴിയാണ് ഓരോ മഴക്കാലത്തും വെള്ളക്കെട്ടിൽ മുങ്ങുന്നതെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. ആരെങ്കിലും എടുക്കണം. ഇതിനിപ്പോ നമുക്കിപ്പോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളക്കെട്ട് ഇത് മാറി കിട്ടാനായിട്ട് ഒന്നില്ലെങ്കിൽ റോഡ് പൊക്കുക, ഇല്ലെങ്കിൽ ഇവിടെ ഡ്രെയിനേജ് ഉണ്ടാക്കി പുഴയിലേക്ക് വിടുക. ഇതിലെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. ഇവിടെ ആരോട് പറഞ്ഞിട്ടും ഇത് യാതൊരു ഒന്നും കിട്ടുന്നില്ല. ഞങ്ങളെന്താ ഇവിടെ ഈ ഇതൊക്കെ ചെയ്ത് ഞങ്ങൾക്കും ജീവിക്കണ്ടേ ഇവിടെ? ഇതെന്താ ഇത് ഇങ്ങനെ കാണിച്ചിട്ടുള്ളത്? ആർക്കും ഒരു ഉത്തരവാദിത്വം ഇല്ല. ഇവിടെ ഒരു കൗൺസിലറോട് പറഞ്ഞു, അവരും പറഞ്ഞു എല്ലാം ചെയ്തു തരാമെന്ന് പറയണ, അല്ലാണ്ട് ഇവിടെ ആരുമില്ല. MLA വിളിച്ചിട്ട് MLA കിട്ടണില്ല. ഇതൊക്കെയാണോ ഇവിടുത്തെ ന്യായം? ഞങ്ങൾ രോഗിയായ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ ചുവന്നോട് വേണം. വെള്ളം പുഴയിൽ ഇറങ്ങിപ്പോയി എങ്കിലും ഇവിടെ വെള്ളം കെട്ടാ തീരെ സുഖമില്ലാണ്ട് അവിടെ ആള് കിടക്കുക. അവരൊക്കെ ഞങ്ങൾ കൊണ്ടുപോകണം. എങ്ങനെയാണെന്ന് അറിയാം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. വിദ്യാർത്ഥികൾ, തൊഴിലാളികൾ, രോഗികൾ ഉൾപ്പെടെ നിരവധി പേർ കടുത്ത ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. 2018 പ്രളയ സമയത്ത് ഈ പ്രദേശത്ത് വെള്ളം പൂർണ്ണമായും ഒഴിഞ്ഞു പോകാൻ ഏകദേശം 1.5 മാസം എടുത്തതായി പ്രദേശവാസികൾ പറയുന്നു. തുടർന്ന് എല്ലാ വർഷവും ഇതേ ദുരിതം ആവർത്തിക്കപ്പെടുന്നുണ്ടെങ്കിലും ശാശ്വത പരിഹാരത്തിനായുള്ള നടപടികൾ ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നാണ് പരാതി. വർഷങ്ങളായി വിവിധ ജനപ്രതിനിധികളുടെയും ബന്ധപ്പെട്ട അധികാരികളുടെയും ശ്രദ്ധയിൽ വിഷയം ആവർത്തിച്ചു കൊണ്ടുവന്നിട്ടും ഫലപ്രദമായ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ലെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. ഇനിയും കാലതാമസം വരുത്താതെ പുഴയിലേക്കുള്ള റിവേഴ്സ് ഫ്ലോ ശാസ്ത്രീയമായി ഉറപ്പാക്കി നിലവിലെ റോഡിന്റെ രൂപകൽപ്പന പുനഃപരിശോധിച്ച് ആവശ്യമായ നവീകരണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി നടപ്പാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഓരോ മഴക്കാലത്തും ആവർത്തിക്കുന്ന ഈ ദുരിതത്തിന് ശാശ്വത പരിഹാരം കാണാൻ ബന്ധപ്പെട്ട വകുപ്പുകളും നഗരസഭയും അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.